വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. RBI അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് അതിലെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ തെറ്റുകൂടാതെ ഫില്ല് ചെയ്യണം അല്ലെ. നമ്മളുടെ ബാങ്ക് എക്സാം എല്ലാം നമുക്ക് ഓൺലൈൻ ആയിട്ട് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത ആസ്പിറൻസ് ഉണ്ടാകും. ഈ 2026 ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കും. ആദ്യമായിട്ടായിരിക്കും സ്വയം അപ്ലൈ ചെയ്യുന്നുണ്ടാകുക. ഒരുപാട് ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നമ്മളൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം അത് ഞാൻ പറയാം. അതിനുശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. എങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഏതൊരു ബാങ്ക് എക്സാം, ഇതിപ്പോ നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് RBI അസിസ്റ്റന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ RBI അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് മുന്നോട്ട് വരുന്ന ഏത് എക്സാമും ആയിക്കോട്ടെ. അതിപ്പോ SBI PO, SBI ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്, ഏത് ബാങ്ക് എക്സാമിനും നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിന്റെ ഹാർഡ് കോപ്പി ഉണ്ടായിരിക്കണം, സോഫ്റ്റ് കോപ്പി ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഡോക്യുമെന്റ്സ് എല്ലാം മീൻസ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. സോ നമ്മളുടെ കയ്യിൽ അതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടായിരിക്കണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഹാർഡ് കോപ്പി കയ്യിൽ വേണം എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ടേക്കുള്ള എക്സാംസിനാണെങ്കിലും ഏത് എക്സാംസിനും പ്രിലിംസിന്റെ ഹോൾ ടിക്കറ്റിനകത്തിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഫോട്ടോ ഒട്ടിക്കേണ്ട സ്പേസ് ഉണ്ട്. ആ ഫോട്ടോ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ അതിന്റെ കോപ്പി ഉണ്ടായിരിക്കണം. അപ്പൊ ഇതുവരെ ഫോട്ടോ എടുക്കാത്ത ആസ്പിറന്റ് ആണ്, പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണ്, ഈ 2026 ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് വെച്ചേക്കുക. അതിന്റെ കൂടുതൽ കോപ്പി എടുത്തു വെച്ചോ. എന്തായാലും മുന്നോട്ടേക്ക് എക്സാം ഉണ്ട്, അതിനെല്ലാത്തിനും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി അതേപോലെ തന്നെ നമ്മളുടെ സിഗ്നേച്ചർ, ഇതിന്റെ എല്ലാം സൈസും അല്ലെങ്കിൽ എങ്ങനെ എടുക്കണം, ഏത് കളർ പെൻ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ദെൻ അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ നമുക്ക് വേണം. ദെൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, അതെന്താണെന്നുള്ളത് മുന്നോട്ടേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഡിഗ്രിക്ക് നമുക്ക് എത്ര പെർസെന്റേജ്, ഫൈനൽ പെർസെന്റേജ് മാർക്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് വേണം. ആൻഡ് ഓൾസോ നമ്മൾ ഏത് ഡേറ്റിലാണ് നമ്മളുടെ ഡിഗ്രിയുടെ റിസൾട്ട് വന്നത്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പാസിംഗ്. നമ്മൾ ഡേറ്റ് ഓഫ് പാസിംഗ് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സർട്ടിഫിക്കറ്റിൽ തന്നെ ഉണ്ടായിരിക്കും ഏത് ഡേറ്റ് ആണെന്നുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ജസ്റ്റ് റിസൾട്ട് വന്നതേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്നാണോ റിസൾട്ട് വന്നത് ആ ഡേറ്റ് കൊടുത്താൽ മതി. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പെർസെന്റേജ് കൊടുക്കുക, ഡേറ്റ് മാത്രം കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കരുതി വെക്കേണ്ടത്. സോ ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഫോട്ടോ, അതിന്റെ സൈസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം മേ ബി സ്റ്റുഡിയോയിൽ പോയി എടുത്തിട്ട് അവരോട് സോഫ്റ്റ് കോപ്പി അയക്കുമ്പോൾ ഇതേ സൈസിലാക്കിയിട്ട് അയക്കാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് തനിയെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളെല്ലാവരും ഫോണൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് തന്നെ ഓൺലൈനായിട്ട് പെയിന്റിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർ പറയുന്ന ഇതേ സൈസിലേക്ക് മാറ്റാൻ പറ്റും. ഇനി അതിന് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കഫേയിൽ പോയിട്ട് ഇതേപോലെ ആക്കി നിങ്ങളുടെ മെയിലിൽ അറ്റാച്ച് ചെയ്തിടുക. അപ്പൊ മുന്നോട്ട് വരുന്ന എല്ലാ എക്സാംസിനും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആദ്യം ഇതിന്റെ സൈസ് സെന്റിമീറ്ററിലാണെങ്കിൽ 4.5 സെന്റിമീറ്റർ ബൈ 3.5 സെന്റിമീറ്റർ ആണ്. ഇനി പിക്സൽസിലാണ് എന്നുണ്ടെങ്കിൽ 200 ബൈ 230 പിക്സൽസിലാണ്. ഈ ഒരു ഓൾമോസ്റ്റ് ഈ സൈസും അതേപോലെ തന്നെ ഇവർ KB പറയുന്നുണ്ട് 20 KB-ക്കും 50 KB-ക്കും ഇടയിലാണെങ്കിൽ മാത്രമേ ഇത് അപ്ലോഡ് ആകൂ. ഈ പറഞ്ഞിരിക്കുന്ന സൈസിലല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല, നമുക്ക് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. വൈറ്റോ ലൈറ്റ് ബ്ലൂവോ ഏതാണെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മളാണ് ആ ഫോട്ടോയിൽ എന്ന് മനസ്സിലാകണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്, നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ തൊപ്പിയൊക്കെ വെച്ചിട്ടോ ഒന്നും ഫോട്ടോ എടുക്കാനായിട്ട് പാടില്ല. ഷാഡോ ഒന്നും നമ്മളുടെ ഫേസിൽ വരാനായിട്ട് പാടില്ല. ആ കാര്യങ്ങളാണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. നമ്മളാണ് ഇപ്പൊ നമ്മൾ കൂളിംഗ് ഗ്ലാസോ സൺഗ്ലാസോ ഒന്നും വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫോട്ടോ എടുക്കാനായിട്ട് പാടില്ല. നമ്മളാണ് എക്സാം എഴുതാൻ ചെല്ലുന്നതെന്ന് ആ അഡ്മിറ്റ് കാർഡ് നോക്കുമ്പോഴും ആ ഫോട്ടോ നോക്കുമ്പോഴും ആൾക്ക് മനസ്സിലാകണം, നമ്മളുടെ ഇൻവിജിലേറ്ററിന് മനസ്സിലാകണം. ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന സൈസ്. ഓക്കെ, ഇനി
നമ്മൾ ഈ ഓൺലൈനായിട്ട് ഇപ്പൊ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു പുതിയ കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യും. അത് നമുക്കിപ്പോൾ നമ്മൾ ലാപ്പ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തന്നെയുള്ള ക്യാമറ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അങ്ങനെയും എടുക്കാം. പക്ഷെ ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോഴും നമ്മൾ ഇതേപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ചുമ്മാ സെൽഫി അല്ലെങ്കിൽ നമ്മുടെ ഫേസ് മനസ്സിലാകാത്തതുപോലെ നമ്മൾ ഇരുട്ടുള്ള മുറിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ആയിരിക്കരുത്. അപ്പൊ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കേ. Ensure the photo is captured against a light colored, ഞാൻ നേരത്തെ പറഞ്ഞു, light colored, preferably white background and there is adequate light. അതായത് ഇരുട്ട് മുറിയിൽ ഇരുന്ന് നമ്മൾ എടുക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്, നമ്മളെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഫോട്ടോ ക്യാപ്ചർ വെച്ചിട്ട് നമ്മൾ ഫോണിൽ എടുത്തു, നമ്മളാണെന്നേ മനസ്സിലാകുന്നില്ല, ഇരുട്ട് മുറിയാണ്, അങ്ങനെ ആയിരിക്കരുത്. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രോപ്പർ ലൈറ്റ് ഒക്കെ ഉണ്ടോ, ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളാണോ എന്നുള്ളൊരു കാര്യം അതിൽ മനസ്സിലായിരിക്കണം. ദെൻ അതേപോലെ തന്നെ നമ്മൾ വെബ് ക്യാം അല്ലെങ്കിൽ നമ്മൾ ഫോൺ ആണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് അതിലേക്ക് നോക്കാം. നമ്മൾ വേറെ എവിടോട്ടെങ്കിലും ഒക്കെ നോക്കിയിട്ടായിരിക്കരുത് ഫോട്ടോ എടുക്കേണ്ടത്, അല്ലെ? നമ്മളിപ്പോൾ സാധാരണ ഒരു സെൽഫി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞിരുന്ന് എടുക്കുന്നത് പോലെ ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ ഫേസ് സ്ട്രെയിറ്റ് ആയിരിക്കണം. പിന്നെ പാസ്പോർട്ട് സൈസ് ആയിരിക്കണം. ഫുൾ സൈസ് ഫോട്ടോ നമ്മൾ ചരിഞ്ഞ് തിരിഞ്ഞ് അങ്ങനെയൊന്നും ഇരിക്കുന്ന ഫോട്ടോസ് ആയിരിക്കരുത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. നമ്മളാണ് ആ ഫോട്ടോയിലുള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകണം. ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്, കുറേയധികം ആസ്പിറൻസ് ഈ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് നിങ്ങളാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് കുറേ സമയം അവർ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എക്സാമിനൊക്കെ ചെല്ലുമ്പോൾ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്, അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനി അവർ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ: സ്മാൾ സൈസ് ഫോട്ടോഗ്രാഫ് നോട്ട് ബി ക്ലിക്ഡ് ആൻഡ് അപ്ലോഡഡ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ചെറിയ ഇതാണ് കാണുന്നത്, നമ്മൾ ഫോൺ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അല്ലെങ്കിൽ വെബ് ക്യാം അങ്ങോട്ടേക്ക് ചരിച്ചു, അങ്ങനെ ആകാൻ പാടില്ല. പിന്നെ നമ്മൾ കളർ ഗ്ലാസോ സൺഗ്ലാസോ ക്യാപ്പോ ഇതൊന്നും വെക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഫേസിൽ ഷാഡോ ഒന്നും വരാനായിട്ട് പാടില്ല. നമ്മളാണെന്നത് മനസ്സിലാകത്തില്ല, ഇരുട്ടുമുറി ആയിരിക്കരുത്. വേണ്ട പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. മീൻസ് നമ്മളാണ് ആ എക്സാം എഴുതാൻ ചെല്ലുന്ന, നമ്മളാണ് ആ ഫോട്ടോ, നമ്മൾ അപ്ലൈ ചെയ്ത ആളും നമ്മൾ ആ ഒട്ടിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് രണ്ടും സാമ്യമായിരിക്കണം. അല്ലാതെ ഒട്ടിച്ചിരിക്കുന്നത് വേറെ ഏതോ, നമ്മൾ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ, അങ്ങനെയായി പോകരുത്. ഓക്കെ, അപ്പൊ ഒരു ഫോട്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി എടുത്തത് അത് അപ്ലോഡ് ചെയ്യാൻ വേണം. കൂടാതെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ടൈമിൽ തന്നെ ലൈവ് ആയിട്ട് ഒരു ഫോട്ടോ ക്യാപ്ചർ എടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മളുടെ സിഗ്നേച്ചർ, നമ്മളുടെ ഒപ്പ്, അത് ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വേണം. ദി ആപ്ലിക്കന്റ് ഹാസ് ടു സൈൻ ഓൺ എ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക്. വെള്ള പേപ്പറിലായിരിക്കണം, ബ്ലാക്ക് ഇങ്ക് കൊണ്ട് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്ത നല്ല ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കഫേയിൽ പോയിട്ട് ഇതേ സൈസിലാക്കി ഒരു തവണ നിങ്ങളുടെ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. അതിന്റെ സൈസ് പറയുന്നത് പിക്സലിലാണെങ്കിൽ 140x60 പിക്സൽസ് ആയിരിക്കണം. KB 10 KB-ക്കും 20 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ഈ ഒരു സൈസിലല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ആകില്ല. പിന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ സൈൻ ചെയ്ത് വെക്കരുത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ എന്റെ പേര് അഞ്ജു, ഞാൻ കംപ്ലീറ്റ്ലി ANCHU ഇങ്ങനെയല്ല ഇപ്പൊ ഞാൻ സൈൻ ചെയ്യും. അപ്പൊ നമ്മളൊരു സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സൈൻ കംപ്ലീറ്റ്ലി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കുന്നത് പോലെ ആയിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ഒക്കെ ക്യാപിറ്റൽ വരാം, ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി സൈൻ ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട്, അതേപോലെ തന്നെ 10 KB-ക്കും 20 KB-ക്കും ഇടയിലായിരിക്കണം. ആൻഡ് പിക്സലിൽ പറഞ്ഞാൽ 140x60 പിക്സൽ. ഓക്കെ, ഇനി ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അത് നമ്മളുടെ ഇടത്തെ കൈയുടെ തള്ളവിരലിന്റെ ഇംപ്രഷൻ ആയിരിക്കണം. അത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. വൈറ്റ് പേപ്പറിൽ അത് ബ്ലൂവും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ബ്ലാക്കും അവൈലബിൾ ആണ്. ഏതാണെങ്കിലും കുഴപ്പമില്ല. അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ദി ആപ്ലിക്കന്റ് ഹാസ് to put his left thumb impression on a white paper with black or blue ink. ബ്ലാക്ക് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല. അതും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫോൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം, ഈ സൈസിലേക്ക് മാറ്റിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കഫേയിൽ പോയിട്ട് ചെയ്താൽ മതി. ഇതിന്റെ ടൈപ്പ് PDF അല്ല, JPGO അല്ലെങ്കിൽ JPEGO ആയിരിക്കണം. അതിന്റെ ഡയമെൻഷൻ പറയുന്നത് 240x240 പിക്സൽസ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ സെന്റിമീറ്ററിൽ പറയുവാണെങ്കിൽ 3 cm/3 cm ആയിരിക്കണം. KB 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് ഇതേ സൈസിൽ തന്നെ ആക്കി നമ്മളുടെ കയ്യിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇനി
ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ കൈയക്ഷരത്തിൽ ആരാണോ എക്സാം എഴുതുന്നത് ആ ആളുടെ കൈയക്ഷരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് എഴുതുക. The applicant has to write the declaration in English clearly on a white paper with black ink. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് നമ്മുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ വേണം ഇത് എഴുതാനായിട്ട്. അല്ലാതെ നമ്മൾ ഫുൾ ഇത് ക്യാപിറ്റൽ ലെറ്ററിലല്ല എഴുതേണ്ടത്. അപ്പൊ എന്താ എഴുതണ്ടേ? ഇപ്പൊ ഞാനാണ് എക്സാം എഴുതുന്നതെങ്കിൽ ഇവിടെ എന്റെ പേരായിരിക്കും ഞാൻ കൊടുക്കുക. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ I, Anju R, hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. ഓക്കെ, ഇത് നമ്മൾ ഒരു പേപ്പറിലാണല്ലോ എഴുതുക. എന്നിട്ട് ഇത് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. വേണ്ട, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇതിപ്പോ ഞാൻ എന്റെ കൈയക്ഷരത്തില് ഞാനൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയതാണ് ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുക. എല്ലാത്തിനും ഇത് തന്നെയായിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. സോ ഇതിന് വേണ്ടിയിട്ട് ചെയ്താലും മുന്നോട്ടുള്ള എല്ലാ എക്സാംസിനും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇപ്പൊ നമ്മൾ ഇതാണല്ലോ അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ സൈസ് എന്തായിരിക്കണം? ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 800x400 പിക്സൽസിലായിരിക്കണം. പിക്സൽസിൽ പറഞ്ഞാൽ സെന്റിമീറ്ററിൽ പറഞ്ഞാൽ 10 cm x 5 cm ആയിരിക്കണം. KB ആണെങ്കിൽ 550 KBക്കും 100 KBക്കും ഇടയിലായിരിക്കണം. ഈ സൈസ് ആണെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? അപ്ലോഡ് ആകുള്ളൂ. അപ്പൊ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഫോട്ടോയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സിഗ്നേച്ചറിന്റെ സൈസും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതേപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. പിന്നെ ഡിഗ്രിയുടെ ഫൈനൽ പെർസെന്റേജ് എത്രയാണ്? അത് അപ്ലോഡ് ചെയ്യൊന്നും വേണ്ട. എത്രയാണ് പെർസെന്റേജ് എന്നുള്ളത് തെറ്റായിട്ട് കൊടുക്കണം. അത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കാം. പിന്നെ ഡേറ്റ് ഓഫ് പാസിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇത് പറഞ്ഞത്, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മളുടെ സൈലം ബാങ്കിങ്ങിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചും ഉണ്ട്, അതേപോലെ തന്നെ റെഗുലർ ബാച്ചും ഉണ്ട്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് എഴുതുകയാണ്, നിങ്ങൾക്ക് ഈ ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, നിങ്ങൾ ഒരു ബേസ് തൊട്ട് പഠിക്കുകയാണ്, 2026 എല്ലാ എക്സാംസും നിങ്ങൾക്ക് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ക്ലാസ്സസ് ഒക്കെ ആയി. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കും നമ്മളുടെ ബാച്ചിന്. പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം ഇതിൽ കവർ ചെയ്യും. പക്ഷെ കുറെ ആസ്പിറൻസ് കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ചിലത് പ്രിലിംസ് കിട്ടിയില്ല. ബാങ്ക് എക്സാം എന്താണെന്ന് അറിയാം, അത്യാവശ്യം സിലബസ് ഒക്കെ അറിയാം. പക്ഷെ എങ്ങനെ സ്പീഡ് കൂട്ടണം, പ്രാക്ടീസ് കുറവുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഓൾറെഡി നമ്മൾ അതിൽ സിലബസ് കവർ ചെയ്ത് ഈ RBI അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള കട്ടയ്ക്കുള്ള പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇതിലും 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് 1 റൗണ്ട് റിവൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രാക്ടീസ് സെറ്റിലേക്ക് കടക്കുക. 2026 വരുന്ന കംപ്ലീറ്റ് എക്സാംസും നമ്മൾ ഇതില് പ്രാക്ടീസ് നിങ്ങളെ ചെയ്യിപ്പിക്കും. ഇത് ഓൺലൈൻ ആണ്. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും നമ്മളുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. കോഴിക്കോട് മാത്രമാണ് നമുക്ക് ഓഫ്ലൈൻ ക്യാമ്പസ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി എക്സ് സർവീസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരുപാട് എക്സ് സർവീസ് ആസ്പിറൻസ് നമുക്ക് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, നമ്മുടെ ഓഫ്ലൈനിലും ഉണ്ട്. അപ്പൊ എല്ലാവരും കഴിഞ്ഞ വർഷത്തെ കുറെ അധികം റിസൾട്ട് നോക്കിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടേക്കുള്ള എക്സാംസിന് ഇപ്പൊ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഓൺലൈനായിട്ട് നമ്മുടെ ക്ലാസ്സസ് കണ്ട് പഠിക്കാം. അപ്പം ഇപ്പൊ അടുത്ത വർഷമാണ് റിട്ടയർ ആകുന്നതെങ്കിൽ ഇപ്പോഴേ നമുക്ക് ഒരു ദിവസം 2 മണിക്കൂർ മാത്രമായിരിക്കും ഒരു ദിവസം ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളും ബേസ് തൊട്ട് ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ അങ്ങനെയുള്ളവര് ഉറപ്പായിട്ടും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ RBIയുടെ വെബ്സൈറ്റിലേക്ക് പോവുക. www.rbi.org.in എന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാം വേക്കൻസീസ് അറ്റ് RBI. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ February 16 നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്, റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് RBI അസിസ്റ്റന്റ്. ഇവിടെ വേണ്ട ഈ PDF നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ PDF ആണ്. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ടുണ്ടായിരിക്കണം. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതിലൂടെ എന്ത് ചെയ്യുക? അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോയിലേക്കായിരിക്കും വരിക. ഇവിടെ നമുക്ക് ഏതൊക്കെ ഡേറ്റിൽ അപ്ലൈ ചെയ്യാം എന്നിവരെയാണ് ലാസ്റ്റ് ഡേറ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് റൈറ്റ് കോർണറിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ ഫോർ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്, ഇത് രണ്ടും ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. സോ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക.
ഇതിൽ നമ്മളുടെ ബേസിക് ഇൻഫർമേഷൻ ആണ് നമ്മളുടെ പേര്, നമ്മളുടെ മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ ഇമെയിൽ ID. ഇത് നമ്മളുടെ SLCയിൽ എങ്ങനെയാണോ നമ്മളുടെ പേര് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കൊടുക്കുക, തെറ്റരുത്. നമ്മളൊരു കോപ്പി കയ്യിലെടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആദ്യം കൊടുക്കുക, അതിനുശേഷം അഗെയിൻ അത് കൺഫേം ചെയ്യുക. ഓക്കെ, തെറ്റ് വരരുത്. അവസാനം നമ്മൾ കൊണ്ടുപോകുന്ന IDയിലെയും അതേപോലെ നമ്മളുടെ ഒറിജിനൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനകത്തിലും പേരൊന്നും രണ്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. ഇനി നമുക്കിവിടെ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കൊടുക്കണം. നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിലേക്ക് OTP വരും. അതുകൂടാതെ നമ്മുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ നമ്പറിലേക്കായിരിക്കും എല്ലാ കാര്യങ്ങളും അവരെ അയക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റ് വരുത്താതെ നോക്കിക്കോണം. അത് നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും അവരിതിലേക്കായിരിക്കും അയക്കുക. നമ്മൾ ആദ്യം കൊടുക്കുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൺഫേം ചെയ്യുക. നമ്മളിപ്പോൾ കൊടുക്കുന്നത് പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഈ ക്യാപ്ച കൊടുക്കുക, നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അവരെടുത്തു പറയുന്നുണ്ട് ഇതിൽ ഇനിയൊരു എഡിറ്റ് പറ്റില്ല. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ, നമ്മൾ കൊടുത്ത ഇമെയിൽ ID, നമ്മുടെ പേര് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഓക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഇനി നമ്മളുടെ വെരിഫിക്കേഷൻ പാർട്ടാണ്. അതായത് നമ്മളുടെ ഫോൺ നമ്പറും ഇമെയിൽ IDയും വെരിഫൈ ചെയ്യണം. അപ്പൊ നമ്മളുടെ മെയിലിലേക്കും അതേപോലെ തന്നെ ഫോൺ നമ്പറിലേക്കും ഒരു OTP വരും. അതിനു മുന്നേ നമ്മൾ ഈ ക്യാപ്ച അടിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിലേക്ക് ആ പാർട്ടിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ സെൻഡ് OTP കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും, OTP വന്നിട്ടുണ്ടായിരിക്കും, അത് കൊടുക്കുക. ഓക്കെ, ദെൻ വെരിഫൈ OTP കൊടുക്കുക. അതിനുശേഷം അഗെയിൻ നമ്മൾ മെയിൽ IDയും കൂടെ വെരിഫൈ ചെയ്യണം. വീണ്ടും നമ്മൾ ക്യാപ്ച അടിച്ചു കൊടുക്കുക. നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുക. മെയിലിലേക്ക് OTP വന്നിട്ടുണ്ടായിരിക്കും. അത് തെറ്റാതെ നോക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് രണ്ടും വെരിഫൈ ആയി. ഇനി നമ്മൾ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ ഓക്കെ ആക്കി വെച്ചിട്ടുള്ള, പറഞ്ഞ സൈസിൽ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞിരുന്നു, താഴെ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ ക്യാപ്ചർ ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ലാപ്പ് വഴിയാണ് അയക്കുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വെബ് ക്യാം വഴി പറ്റും. ഇനി ചിലപ്പോൾ നിങ്ങളുടെ വെബ് ക്യാം അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു സ്കാൻ എന്നുള്ളത് കൊടുത്തിട്ട് ഫോൺ വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത് ഫോൺ വഴിയാണ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് അപ്പോൾ IBPSന്റെ സൈറ്റിലേക്കായിരിക്കും പോകുക. അതിൽ ക്യാപ്ചർ ഫോട്ടോ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടാണോ നിൽക്കുന്നത്, നമ്മളുടെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. നമ്മളാണ് ആ അയക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാകണം. ഓക്കെ, ഓക്കെ, ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്തത് ഇവിടെ വരും. അതിനുശേഷം ഐ കൺഫേം കൊടുക്കുക. ഐ കൺഫേം കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഇതിനുശേഷം നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യുക, ഐ കൺഫേം കൊടുക്കുക, ദെൻ മുന്നോട്ടേക്ക് പോവുക. ഇനി നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ്, നമ്മുടെ കാറ്റഗറിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമ്മൾ SC ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS ഏതാണോ, അല്ലെങ്കിൽ നമ്മൾ ജനറൽ കാറ്റഗറി ആണോ അൺറിസർവ്ഡ് കാറ്റഗറി ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചു കൊടുക്കുക. ഒരു തവണ നമ്മൾ കൊടുത്താൽ പിന്നെ ചേഞ്ച് പറ്റില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ള ആളാണോ, ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. അതിന്റെ തന്നെ കാര്യങ്ങളാണ് ഈ താഴേക്ക് പറയുന്നത്. അപ്പൊ ഡിസേബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫൈഡ് ഡിസബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് നോ കൊടുത്തു പോകുക. അപ്പൊ ഇത് യെസ് ആണെങ്കിൽ മാത്രം ഓക്കെ ആകുന്നതാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളത് ഇനി സ്ക്രൈബിന്റെ കാര്യമൊക്കെയാണ്. അപ്പൊ നമുക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് താഴേക്ക് വരാം. പിന്നെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. യെസ് ആണെങ്കിൽ അതിന് താഴേക്ക് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുക. ആൻഡ് ഓൾസോ ഇവിടെ ഡിസേബിൾഡ് എക്സ് സർവീസ് മാൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ RBIയുടെ ഒരു കറന്റ് സ്റ്റാഫ് ആണോ, RBIയിൽ വർക്ക് ചെയ്യുന്ന ആളാണോ, ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ എക്സ് എംപ്ലോയി ഓഫ് RBI ആണോ, നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഇനി നമ്മുടെ നാഷണാലിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കുക.
ദെൻ താഴേക്ക് കൺസെന്റ് ടു ആധാർ വെരിഫിക്കേഷൻ, അത് യെസ് കൊടുക്കാം. ദെൻ ആധാർ നമ്പറും പാൻ കാർഡ് നമ്പറും ഒന്നും മാൻഡേറ്ററി അല്ല, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇനി നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഓഫീസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രം കൊടുക്കാം, നമ്മുടെ കേരളം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ വേണ്ട പ്രിലിമിനറി എക്സാമിനേഷൻ ഏത് സ്റ്റേറ്റ് ആണോ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ വേറെ സ്റ്റേറ്റിൽ കൊടുത്താൽ നമുക്ക് പ്രിലിമിനറി എക്സാം ഇവിടെ എഴുതാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പറ്റില്ല. ഇപ്പൊ വേണ്ട ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ അഹമ്മദാബാദ് ആണ് കൊടുക്കുന്നതെങ്കിൽ വേണ്ട പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ട അവിടുത്തെ സ്ഥലങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. എവിടെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓഫീസ് എവിടെയാണോ അവിടുത്തേത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഏതാണോ അത് പ്രിഫറൻസ് 1 കൊടുക്കുക, ദെൻ അടുത്തത് 2 കൊടുക്കുക, നമുക്ക് 4 എണ്ണം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ആദ്യം കൊടുക്കുക, അതിനുശേഷമുള്ളത് 2, 3, 4 ആയിട്ട് കൊടുക്കുക. അത് മാൻഡേറ്ററി ആണ്. അതേപോലെ തന്നെ മെയിൻസിന്റെ കാര്യവും അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഏതാണോ അത് തെറ്റാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, 4 നമ്മൾ നേരത്തെ എങ്ങനെയാണോ പ്രിലിംസ് കൊടുത്തത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, തെറ്റാതെ കൊടുക്കാം. ഇനി ആർ യു പ്രൊഫിഷ്യന്റ് ഇൻ ദി ലാംഗ്വേജ്? അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാം എല്ലാം, അതായത് നോ ടു റീഡ്, റൈറ്റ്, സ്പീക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദി ലാംഗ്വേജ്. അപ്പൊ അത് ഏതാണോ ആണെങ്കിൽ യെസ് കൊടുക്കുക. അപ്പൊ നോ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം നമുക്ക് അവിടുത്തെ LPT ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് മലയാളമാണ്. അപ്പൊ നമ്മുടെ റിലീജൻ ഏതാണെന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഇനി നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊന്നും തെറ്റരുത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിക്കോട്ടെ, പേരായിക്കോട്ടെ, എന്താണെങ്കിലും അത് തെറ്റാതെ കൊടുക്കാം. ഓക്കെ, ഏതാണോ നമുക്ക് മിനിമം എത്രയാണോ ഏതാണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് തെറ്റാതെ കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ജെൻഡർ ഏതാണെന്നുള്ളത് കൊടുക്കുക. നമുക്ക് ട്വിൻ സിസ്റ്റർ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ മാരീഡ് ആണോ അതോ സിംഗിൾ ആണോ, മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്താണെന്നുള്ളത് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഫാദറിന്റെ നെയിം തെറ്റാതെ കൊടുക്കുക. ഇതെല്ലാം നമ്മളുടെ SLCയിൽ എങ്ങനെയാണോ അത് തന്നെ നോക്കി കൊടുക്കുക. അപ്പൊ പിന്നെ നമുക്ക് തെറ്റില്ല. അച്ഛന്റെയും അമ്മയുടെയും പേരൊക്കെ കൊടുക്കുക. ഇനി നിങ്ങളുടെ അഡ്രസ്സും തെറ്റാതെ കൊടുക്കുക. നമ്മുടെ ഡിസ്ട്രിക്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുക. പിൻകോഡും മാൻഡേറ്ററി ആയിട്ടുള്ളതും നിങ്ങളുടെ അഡ്രസ്സ് ഫുൾ ആയിട്ട് തന്നെ കൊടുക്കുക. ഇതിപ്പം കറസ്പോണ്ടന്റ് അഡ്രസ് ആണ്. ദെൻ പെർമനന്റ് അഡ്രസ്സ് വേറെ ആണെങ്കിൽ അത് കൊടുക്കുക. സെയിം ആണെങ്കിൽ സെയിം ആസ് അഡ്രസ് എന്നുള്ളത് കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ കറസ്പോണ്ടന്റ് അഡ്രസ്സും രണ്ടും സെയിം ആയതുകൊണ്ട് ഏത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ദെൻ നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വാലിഡേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്തെങ്കിലും നമ്മൾ കൊടുക്കാനോ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. ഇവിടെ ഇപ്പോൾ ഒരു റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡിപ്പെൻഡന്റ് ഓഫ് ഡിഫൻസ് പേഴ്സൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ടോ, ഇപ്പം വിഡോയാണോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് വുമൺ ആണോ, ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആണോ, അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ബാക്കിയെല്ലാം ഓക്കെയാണ് എന്ന് കരുതുന്നു. നമുക്ക് നോക്കാം. ഇയർ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഏതാണോ നിങ്ങളുടെ ആ ഒരു ഇയർ അത് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ഇവിടെ മാരീഡ് ആണോ അൺമാരീഡ് ആണോ, അതേപോലെ തന്നെ നമ്മുടെ ജെൻഡർ അത് തെറ്റാതെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ വാലിഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നോക്കും. ഇപ്പൊ വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണിച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മളുടെ എക്സാം ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഏത് ഡിഗ്രി ആണ്, BA ആണോ, BCom ആണോ, BSc ആണോ, അഗ്രികൾച്ചർ ആണോ, മാനേജ്മെന്റ് ആണോ, ഇതിലൊന്നും അല്ല. ഇപ്പൊ നിങ്ങൾ BTech ആണ്, അതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് BTech നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് പാസിംഗ് എന്നാണ് എന്നുള്ളത് നോക്കുക. ഏതാണോ ഡേറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് കൊടുക്കുക. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓൺലൈനിൽ എന്നാണോ റിസൾട്ട് വന്നത് അത് കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ പെർസെന്റേജ് ഓഫ് മാർക്ക്, ഇപ്പൊ GPA ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോട്ടിഫിക്കേഷന്റെ സമയത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എത്ര GPA ആണ് അവർ 50% എന്ന് പറയുന്നത്, അത് നോക്കുക. അതിനനുസരിച്ച് പെർസെന്റേജ് കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ് ഏതാണെന്നുള്ളതും കൊടുക്കാം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ അത് കൊടുക്കുക. ഇനി നമ്മളോട് ഡു യു ഹാവ് നോളജ് ഓഫ് വേർഡ് പ്രോസസിംഗ് ഓൺ PC എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ യെസ് കൊടുക്കുക. അപ്പൊ ഡീറ്റെയിൽസ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് അത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോ ദി ബേസിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് കൊടുത്താലും മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് വരാം. അടുത്തത് നമുക്കറിയാവുന്ന ഭാഷകളാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്കങ്ങ് മലയാളം കൊടുക്കാം. അപ്പൊ അത് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാമോ എന്നുള്ളത് കൊടുക്കുക. ദെൻ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദിയും കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരെണ്ണം എന്തായാലും മാൻഡേറ്ററി ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെ ഭാഷയുണ്ടോ നിങ്ങൾ ആ പ്രിഫറൻസിൽ തന്നെ എന്ത് ചെയ്യുക, കൊടുക്കാം. ഓക്കെ, അറിയാവുന്നത് ഏതാണ്, ഹിന്ദി അറിയാമെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ദെൻ ഇതിന് ശേഷം വാലിഡേറ്റ് ചെയ്യുക. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും കൊടുക്കാൻ വിട്ടുപോയിട്ട് യെസ്, നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, നോ ദി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, നോ ദി ബേസിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവര് നമുക്ക് അത്യാവശ്യം അത് യൂസ് ചെയ്യാൻ അറിയാമോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബേസിക് നോളജ് ഉണ്ട് എന്നുള്ളൊരു നോ ദി ബേസിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഏത് ബാങ്ക് എക്സാമിന് കൊടുക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണിച്ചിട്ടുണ്ട്, ഓക്കെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നു, അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ കൊടുത്തതെല്ലാം ഒന്നും കൂടെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കണം. നമ്മുടെ പേരായിക്കോട്ടെ എന്തും, അതായത് നമ്മൾ കൊടുത്ത അഡ്രസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഒന്നേന്ന് നമ്മൾ എന്ത് ചെയ്യാം, വായിച്ചു നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, നമ്മുടെ അഡ്രസ്സിലായിക്കോട്ടെ നമ്മൾ കൊടുത്ത സെന്ററിലായിക്കോട്ടെ കറക്റ്റ് സെന്റർ ഓർഡറിൽ തന്നെയാണോ കൊടുത്തത്, എല്ലാ കാര്യങ്ങളും നോക്കുക. നമ്മുടെ ഗ്രാജുവേഷൻ, അതേപോലെ ഡേറ്റ് ഓഫ് പാസിംഗ്, പെർസെന്റേജ്, അതേപോലെ യൂണിവേഴ്സിറ്റി, നമ്മുടെ ക്ലാസ്, നമ്മുടെ ലാംഗ്വേജ് എല്ലാം. അപ്പോ അത് കൊടുക്കുക. എന്നിട്ട് ഐ അഗ്രി കൊടുത്ത് എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഐ അഗ്രി കൊടുത്ത് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കണം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇനി നമ്മളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമല്ലേ അപ്ലോഡ് ചെയ്തുള്ളൂ. ഇനി നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണ്ട, ഇവിടെ നിങ്ങൾക്ക് കാണാം, അത് ഓക്കെ കൊടുക്കാം. ഇനിയും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതും ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാം. നമുക്ക് കാണാം, വേണ്ട ഇവിടെ നമുക്ക് അതിന്റെ പ്രിവ്യൂ കാണാൻ പറ്റും, എല്ലാം കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, യെസ്, വേണ്ട പ്രിവ്യൂ ഓക്കെ ആണ്, സെറ്റ്. ഇനിയും നമ്മൾ ഡിജി ലോക്കർ അത് നോയോ കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോ ഇനി നമ്മൾ സെക്യൂരിറ്റി കോഡ് കൊടുക്കുക. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, എല്ലാം ഓക്കെ ആണ്. ഇനി ലാസ്റ്റ് നമ്മുടെ പേയ്മെന്റ് ആണ്. അപ്പൊ പേയ്മെന്റും കൂടെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇത് കംപ്ലീറ്റ് ആയി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഫീ പേ ചെയ്യേണ്ടത്. വേണ്ട, ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ കാർഡോ, അതായത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ UPI എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. അപ്പൊ ഇത് പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇനി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഒരു സൈറ്റിലേക്ക് വന്നില്ലേ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഈ സൈറ്റിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പൊ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ PDF നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. നമുക്ക് പ്രിലിംസ് കഴിഞ്ഞ് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെയിൻസും ഒക്കെ കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തേക്ക് നമുക്ക് ചിലപ്പോൾ മെയിൻസ് ഒക്കെ എഴുതാൻ പോകുന്ന സമയത്തേക്ക് നമുക്ക് ഇത് കൊണ്ടുപോകേണ്ടി വരും ആപ്ലിക്കേഷൻ. അത് ഇന്റർവ്യൂന്റെ, ഇതിനിപ്പോ നമുക്ക് ഇന്റർവ്യൂ ഇല്ല, ഞാൻ പറഞ്ഞതാണ്. ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചാലും അതിന്റെ കംപ്ലീറ്റ് കഴിയുമ്പോൾ ഉള്ള പ്രിന്റ് നിങ്ങൾ എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. പ്രിന്റ് എടുക്കണം എന്നില്ല, നിങ്ങൾ അത് എടുത്ത് നിങ്ങൾ PDF ആക്കി നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ മെയിലിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് പഠിക്കുക. ഈ വർഷം എല്ലാവരും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.